സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളെ ബിഗ് ബോസിൽ പങ്കെടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി നടത്തുന്ന ബിഗ് ബോസ് അഗ്നി പരീക്ഷ എന്ന് പറയുന്ന പ്രോഗ്രാം ജിയോ ഹോട്ട്സ്റ്റാറിൽ ഉടനെ ആരംഭിക്കും. ഈ മത്സരത്തിൽ വിജയികളാവുന്ന 5 പേരെ ബിഗ് ബോസ് മലയാളം സീസൺ 8 മത്സരാർത്ഥികളായി അകത്തേക്ക് കടത്തിവിടും എന്നുള്ളതാണ് പ്രത്യേകത. എന്താണ് ബിഗ് ബോസ് അഗ്നി പരീക്ഷ എന്ന് വിശദമായി പറയുകയാണ് ഈ വീഡിയോയിൽ. ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് ന്യൂസുകൾ അറിയാൻ വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്താണ് ബിഗ് ബോസ് അഗ്നി പരീക്ഷ? 21 എപ്പിസോഡുകൾ, അതായത് 3 ആഴ്ച നീളുന്ന ജിയോ ഹോട്ട്സ്റ്റാർ സീരീസാണ് ബിഗ് ബോസ് അഗ്നി പരീക്ഷ എന്നുള്ളത്. ഏഷ്യാനെറ്റ് ചാനൽ ഉടൻ അനൗൺസ് ചെയ്യാൻ പോകുന്ന ലിങ്കിലൂടെ സെൽഫ് ഇൻട്രൊഡക്ഷൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവരിൽ നിന്ന് ലെവൽ 4 ഓഡീഷൻ വരെ കടന്ന് ലെവൽ 5-ലെത്തുന്ന മത്സരാർത്ഥികളെ വച്ചാണ് അഗ്നി പരീക്ഷ എന്ന പരിപാടി നടത്തുന്നത്. പഴയ മത്സരാർത്ഥികൾ ജഡ്ജസായി വരുന്ന 21 എപ്പിസോഡുകളുള്ള ഒരു പ്രോഗ്രാമായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ ഡിസൈനിങ്ങിൽ മാറ്റം വരുത്താൻ ചാനലിന് പൂർണ്ണമായ അധികാരമുണ്ട് എന്നുള്ളതും പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതിനുശേഷം നടക്കുന്ന സെലക്ഷൻ എന്ന് പറയുന്നത് അഗ്നി പരീക്ഷയിലൂടെയുള്ള പല ടാസ്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും. അവിടെ വിധി നിർണ്ണയിക്കാൻ വേണ്ടി എത്തുന്ന ജഡ്ജസിൻ്റെ തീരുമാനങ്ങൾക്ക് ശേഷം അഗ്നി പരീക്ഷയുടെ അവസാന കുറച്ച് പേരിൽ എത്തിപ്പെടുന്നവരിൽ നിന്ന് 5 അല്ലെങ്കിൽ അതിൽ കൂടുതൽ മത്സരാർത്ഥികളെ വോട്ടിങ്ങിന് വേണ്ടി ഹോട്ട്സ്റ്റാറിലേക്ക് പറഞ്ഞുവിടുന്നു. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടുന്ന 2-3 പേർ ഡയറക്റ്റായിട്ട് ബിഗ് ബോസിലേക്ക് കയറുകയും മറ്റുള്ള മത്സരാർത്ഥികൾ അല്ലെങ്കിൽ യോഗ്യരാണെന്ന് തോന്നുന്നവരെ ജഡ്ജസിൻ്റെ സെലക്ഷൻ്റെ അടിസ്ഥാനത്തിലും ഷോയിലേക്ക് തിരഞ്ഞെടുത്ത് വിടുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം തെലുങ്കിൽ നടത്തിയ ഫോർമാറ്റ് തന്നെയാണ് മലയാളത്തിൽ എങ്കിൽ സീസൺ 8 ലോഞ്ച് എപ്പിസോഡിൽ മാത്രമേ സീസണിലേക്ക് കടക്കുന്ന കോമണർ മത്സരാർത്ഥികൾ ആരെല്ലാമെന്ന് വ്യക്തമായി അറിയാൻ കഴിയുകയുള്ളൂ. തെലുങ്കിലെ കഴിഞ്ഞ സീസൺ വിന്നർ കല്യാൺ അഗ്നി പരീക്ഷ വഴി സീസണിൽ കയറിയ ആളാണെന്നുള്ളതിൽ നിന്ന് ഈ ഷോ സീസൺ 8 സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്ന് മനസ്സിലാക്കാം. സീസണിലേക്ക് ഓഡീഷനിൽ പങ്കെടുക്കുന്ന സെലിബ്രിറ്റീസ് ഉൾപ്പെടെ ഈ അഗ്നി പരീക്ഷ എന്ന് പറയുന്ന ഷോ കണ്ടാൽ മാത്രമേ അവരുടെ കഥാപാത്രവും അവരുടെ സ്വഭാവവും എത്രത്തോളം ഭീകരമാണ് അല്ലെങ്കിൽ എത്രത്തോളം ലളിതമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂ. എന്തായാലും മുൻ സീസണെ പോലെയല്ല ഇത്തവണത്തെ ബിഗ് ബോസ് മലയാളം സീസൺ 8 കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആവും എന്നുള്ളതിന് തെളിവാണ് ഇത്തരം ടാസ്കുകളും ബിഗ് ബോസ് തുടങ്ങുന്നതിന് മുന്നേയുള്ള ഇത്തരം പരിപാടികളും. എന്തായാലും കൂടുതൽ വിവരങ്ങൾക്ക് വേണ്ടി സ്റ്റേ ട്യൂൺഡ്.